ഇന്ന് ജീവിതത്തിൽ എപ്പോഴും ശ്രദ്ധിക്കുകയും പരിരക്ഷിക്കുകയും കാത്തു സൂക്ഷിക്കുകയും നടപ്പിലാക്കുകയും ചെയ്യേണ്ട സുപ്രധാനമായ ഒരു അമലിനെ കുറിച്ചാണ് പറയുന്നത്. അള്ളാഹു അത് പറയാനും പറയുന്ന ആൾക്കും കേൾക്കുന്നവർക്കും നടപ്പിലാക്കാനുള്ള ഭാഗ്യം പ്രദാനം ചെയ്യട്ടെ. അതായത് ഇന്ന് എല്ലാ കാര്യങ്ങളും വീട്ടിൽ വെച്ചുകൊണ്ട് ചെയ്യാവുന്നൊരു കാലമാണ്. ഗൾഫിലുള്ള ജോലി വീട്ടിൽ വെച്ച് ചെയ്ത് ഗൾഫിലുള്ള ശമ്പളം വീട്ടിൽ നിന്ന് വാങ്ങുന്ന ഒരുപാട് ആളുകൾ നമുക്കിടയിലുണ്ട്. ഏതോ അങ്ങനെയാണ്, എളുപ്പത്തിൽ ചെയ്തുകൊണ്ട് കാര്യം സലാമത്താക്കാൻ പറ്റുന്ന അത്ഭുതകരമായ ടെക്നോളജി സംവിധാനമുള്ള കാലമാണ്. അങ്ങനെയെങ്കിൽ ആത്മീയ ലോകത്തും ഹബീബ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം സമാനമായ ചില തത്വങ്ങളൊക്കെ പഠിപ്പിച്ചിരിക്കും. എങ്കിൽ അത് ഏതാണ് എന്നതിൽ പ്രധാനമായ ജീവിതത്തിൽ ഓർത്ത് നടപ്പിലാക്കേണ്ട ഒരു സുന്നത്താണ് നിങ്ങൾ കേൾപ്പിക്കുന്നത്. ഒന്നുകൂടെ പറയുന്നു, ആ ജീവിതത്തിൽ കൊണ്ടു നടക്കാൻ അല്ലാഹു തൗഫീഖ് നൽകട്ടെ. നമുക്കിപ്പോൾ ഒരു ഉംറയൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരുപാട് മെനക്കെടാണ്. കാശന്നെ കുറെ ഉണ്ട് അല്ലേ? എത്രയാണ് ഇപ്പോൾ ഉംറന്റെ പൈസ ഒരാൾക്ക്? എത്രയാണ് ഒരാൾക്ക്? എത്ര പൈസ? 85? ഓ, 1,00,000 റുപ്യാണ് റംലാന്. വിസ അടിച്ച് കിട്ടണം, മറ്റു കുറെ സൗകര്യങ്ങൾക്കാവും വേണം. എന്നാ പുത്തന്തര പള്ളിക്കെന്ന് 5 മിനിറ്റ് കൊണ്ട് ഉംറന്റെ കൂലിയുള്ള ഒരു അമലാണ് പറയാൻ പോണത്. അതിനർത്ഥം പൈസ ഉണ്ടെങ്കിൽ പോണ്ടെന്നല്ല കേട്ടോ. പൈസ ഉണ്ടെങ്കിൽ പോണ്ടെന്ന് അതിനർത്ഥമില്ല. പൈസ ഉണ്ടെങ്കിൽ സൗകര്യം കിട്ടിയാൽ പോവന്നാണ്, അത് വേറെ. പക്ഷെ ഇവിടെ ഇരുന്നിട്ട് ഉംറന്റെ കൂലി ഇട്ടുന്ന ഒരു അമലുണ്ട്. പുത്തന്തൂര് പള്ളിന്ന് ഇവിടെ ക്യാബൊന്നും വേണ്ടാന്ന് ഇവിടെ ഇരുന്നിട്ട്. അതാണ് പറയാൻ പോണത്. പക്ഷെ നടപ്പിലാക്കാനുള്ള ഒരു പ്രതിജ്ഞ നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം. ഞാൻ ഇൻഷാ അല്ലാഹ് നടപ്പിലാക്കണം എന്ന് ആഗ്രഹിച്ച് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന ആളാണ്. നിങ്ങളും ചെയ്യുന്ന ആളുകൾ തന്നെയാണ്. എന്താണെന്നറിയോ, ഇതേ അർത്ഥത്തിൽ ചെയ്യാൻ എനിക്ക് കഴിയാറില്ല. നിങ്ങളിൽ പല ആളുകൾക്കും കഴിയൂല. എന്നാൽ പറ്റുന്ന ആളുകൾക്ക് ഒരു വാതിൽ തുറന്നു തരാണ്. സുബഹി നിസ്കരിച്ച് ഖിബലക്ക് നേരെ തിരിഞ്ഞിരിക്കുക. സൂര്യ ഉദിക്കണ വരെ ഇസ്തിഗ്ഫാറും ദിക്റും ഒക്കെ ചൊല്ലി അവിടെ ഇരുന്നിട്ട് സൂര്യൻ ഉദിച്ച് ഒരു 20 മിനിറ്റ് ആയാൽ, ചുരുങ്ങിയത് 2 റക്അത്ത് ദുആ നിസ്കരിച്ചാൽ ഉംറന്റെ കൂലിയാണ് മുഹമ്മദ് മുസ്തഫ. ഇത് കാർക്കശ്യമായി നടപ്പിലാക്കുന്ന ഒരു വിഭാഗത്തെ ഞാൻ കണ്ടത് അറബികളാണ്. മലയാളികൾക്ക് ഇത് പരിചയമില്ല. കാരണം അവർക്ക് പള്ളിയിൽ ഇരിക്കാൻ അറിയില്ല, കഴിയൂല. പള്ളിയിൽ AC ഉണ്ടാവും, കാർപ്പറ്റ് ഉണ്ടാവും, ആണ്ട് ഇരുന്നോടുത്താൽ മതി, നല്ല സുഖമായിരിക്കും. പക്ഷെ ഇരിക്കാൻ കഴിയില്ല. അങ്ങാടിയിൽ കാർപ്പറ്റില്ല, AC ഇല്ല. അത് വെയിലുണ്ടിട്ട് എത്ര മണിക്കൂർ ഇരിക്കും ചെയ്യും. അത് നമ്മളൊരു സ്വഭാവം. അറബികൾ അങ്ങനെയല്ല. പ്രായമുള്ള കാൽമക്ക് നീരെടുത്ത് മുട്ടിയ അറബികള്. ഞാൻ ഗൾഫിൽ പള്ളിയിൽ ഇമാമായിട്ട് വർക്ക് ചെയ്ത ആളാണ്. എന്നെ തുടരുന്ന ഒരുപാട് അറബികൾ ഉണ്ടാകലുണ്ട്. ഒരുപാട് ആളുകൾ തുടരാനായിട്ട് വരുന്ന ആളുകൾ ഉണ്ടാകാറുണ്ട്. അതിൽ പ്രായമുള്ളൊരു 3-4 അറബികൾ ഇപ്പോഴും എനിക്കറിയാം. ഒന്നിങ്ങനെ തലയെക്കെട്ട്, നല്ലൊരു സൈസ് തലയെക്കെട്ട് കെട്ടിയിട്ട് തന്നെ ഒരു 70 വയസ്സ് കഴിഞ്ഞ ഒരു അറബിയുണ്ട്. മൂപ്പര് പള്ളിയിൽ ഇരുന്നിട്ട് ഈ 2 റക്അത്ത് നിസ്കരിച്ചിട്ട് എണീറ്റ് പുറത്തു പോകുള്ളൂ. അതുവരെ മൂപ്പര് ഡ്രൈവർ വാതിലിൽ അവിടെ അങ്ങനെ കാത്തുക്കും. മൂപ്പര് ഇരിക്കണ ഇതിനാണ്, ഉംറന്റെ കൂലിക്കാണ്. 2 റക്അത്ത് നിസ്കരിച്ചിട്ടേ പോകുള്ളൂ. വലിയ അറബി, ചെറിയ ആളൊന്നുമല്ല, വലിയ ആള്. കാരണം ഈ ഹദീസ് തലൻ്റെ ഉള്ളിൽ കണ്ടു കയറിയതാണ്. അളുപ്പം മരിച്ചിക്കണോ ഇല്ലയെന്ന് അറിയില്ല. അറബികൾ കുറെ അല്പം മദീന പള്ളിയിലൊക്കെ പോയാൽ അങ്ങനെ തന്നെ ഇരിക്കുന്ന, സുബിസ്കരിച്ചാൽ പോകില്ല, ഒറ്റ ഇരിപ്പാണ്. പാകിസ്ഥാനികള്, ഇറാനികള്, ഇറാഖികള്, അറബികള്, അഫ്ഗാനികള് ഒക്കെ ഉണ്ട്. പ്രായമുള്ള ആളുകളാ കൂടുതൽ ഈ അമലിൽ കാർക്കിച്ചുള്ളവര്. പ്രായമുള്ള ആളുകൾ, ചെറുപ്പക്കാരെ അത്രയും കണ്ടില്ല. പ്രായമുള്ള ആളുകൾക്ക് കൂടുതൽ ഉഷാറ്. കാരണം അവർക്കല്ല ഈമാന് കൂടുതൽ കൂവത്തുള്ളത്. നമ്മളെ നാട്ടിൽ എല്ലാ ജില്ലയും കൂടി അരിച്ച് പെറുക്കിയാല് എത്ര ഉണ്ടാവുള്ളൂ ഇതിനൊക്കെ പറ്റുന്ന ആൾക്കാർ. ഇപ്പൊ നമ്മളെ ഈ പള്ളിയിൽ തന്നെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ എത്ര ആളിപ്പോ അങ്ങനെ ഇരിക്കുക? ഇരിക്കാത്തവരെ കുറ്റം പറയാൻ പറ്റുമോ? കാരണം ഈ നമുക്ക് ആദ്യം ഇരിക്കലില്ല, ഞാനാദ്യം ഇരിക്കലില്ല. കാരണം നമുക്കൊക്കെ ഓരോ തിരക്കായിരിക്കും. ചിലവർക്ക് മരുന്ന് കുടിക്കാണ്ടാവും. ഇപ്പൊ റംസാനല്ലേ ഇപ്പൊ ഇല്ലാത്ത, മരുന്ന് കുടിക്കാണ്ടാവും, പൈൽസ് ഉള്ളവരുണ്ടാവും. നിസ്കാരം കഴിഞ്ഞ ഉടനെ പ്രാതല് കഴിച്ചിട്ടില്ലെങ്കിൽ തല കറങ്ങുന്ന ആൾക്കാരുണ്ടാവും. അപ്പൊ അവിടെ ഇരിക്കാൻ കഴിയില്ല, അപ്പൊ പോവും. എന്നാ ഇനി ആ വലിയ സ്റ്റെപ്പാണ്ട് ഒഴിവാക്കുക, ഉംറന്റെ കൂലി. രണ്ടാമത്തേൽ നമ്മളൊക്കെ ഉണ്ടാകണം, ഞാനുണ്ടാകണം, നിങ്ങളുണ്ടാകണം. ഏതെന്നറിയോ? ഒരു മനുഷ്യന് 360 കണുപ്പുകളാണ്, സന്ധികളാണ് മുഹമ്മദ് മുസ്തഫ. ഈ എല്ല് ജോയിന്റ് ആകുന്ന സ്ഥലങ്ങള്. അതുകൊണ്ടല്ലോ ഇപ്പൊ ഇങ്ങനെ
നോമ്പറക്കാൻ പറ്റണ ഇപ്പൊ അതുകൊണ്ടല്ലേ. പെങ്ങളൊക്കെ ഈ വിരലൊന്നും മടങ്ങിയിട്ടില്ല, എന്തായിരിക്കും അവസ്ഥ? വിരലിങ്ങനെ മടങ്ങിയിട്ടില്ലെങ്കിൽ എന്താ? ഈ ഒറ്റ കൈ കൊണ്ട് എന്തെല്ലാം ഉപകാരം. തസ്ബീഹിന്റെ ഉപകാരം, ഇങ്ങനെ പിടിച്ചാല് തസ്ബീഹ്, ഇങ്ങനെ പിടിച്ചാല് സൂചി, ഇങ്ങനെ പിടിച്ചാൽ കത്തി, ഇങ്ങനെ പിടിച്ചാൽ ചങ്ങല, ഇങ്ങനെ പിടിച്ചാൽ കോരി ചോറിട്ട് കൊടുക്കുക. ഒറ്റ സാധനം കൊണ്ട് എന്താ? ഇതൊക്കെ എന്തുകൊണ്ട് കിട്ടണതാ? ഈ മടങ്ങണോണ്ടാണ്. വിരല് മടങ്ങിയിട്ടില്ലെങ്കിൽ കഥ കഴിഞ്ഞില്ലേ. ഇവിടെ മടങ്ങിയിട്ടില്ലെങ്കിൽ എങ്ങനെ ഈ പത്തിരിയും പുട്ടും ചപ്പാത്തിയൊക്കെ പിടിക്കുക എങ്ങനെ? ഇനി ഇവിടെ മടങ്ങി തൊട്ട് ഇവിടെ മടങ്ങിയിട്ടില്ലെങ്കിലോ അതിനേക്കാളും കൊള്ളായി. എല്ലാരും കൂടി നോമ്പറക്കായിരിക്കുമ്പോ എനിക്ക് കോഴി പറ്റൂല, അടുത്തുള്ളവണ് ആട് പറ്റൂല. അപ്പൊ ഞാനിങ്ങനെ ആട് എടുത്തത് ഇവിടെ മടങ്ങിയിട്ടില്ലെങ്കിൽ സെയ്തിൽ വേജിന്റെ തൊള്ളേക്ക്, സെയ്തിൽ വേജ് എടുത്ത കോഴി ഇന്റെ തൊള്ളേക്കും. കുടുങ്ങിയില്ലേ? നോമ്പറാകെ ഫസാദായില്ലേ? അപ്പൊ ഇവിടെ മടങ്ങി അല്ലാ, അതിന് പുറമെ ഇവിടൊക്കെ എങ്ങനെയാണ് മടങ്ങി കിട്ടണോണ്ടല്ലേ. ഞാൻ പടുത്ത് 31 വയസ്സായ ഒരാളെടുത്ത് നിന്നിട്ട് സംസ്കരിച്ച്, ആകെ 31 വയസ്സുള്ളൂ എന്ന് പറഞ്ഞ് അയാള് കസേരയിൽ നിന്നിട്ട് റുക്കൂ ചെയ്യാൻ നിരങ്ങണ കണ്ടിട്ട് ഞാൻ അൽഹംദുലില്ലാഹ് എന്ന് പറഞ്ഞേ. എനിക്ക് 48 വയസ്സായിക്കാണ്, ഇവന് 31 വയസ്സായിട്ടുള്ളൂ. എന്നിട്ട് മൂപ്പര് കസേര കൊണ്ടെടുക്കണേന്നെ എങ്ങനെയാണ്? അങ്ങനെ ഞാൻ ചോദിച്ചു എന്തേന്ന് വെച്ച്, ഖത്തറിലായിരുന്നു ഉസ്താദേ, ഇതിൽ കൂടി വേദന കൊണ്ട് കയറിയതാണ്, പിന്നെ ശരിയായിട്ടില്ല. മടങ്ങുമ്പോ ഇവിടെ പൊട്ടണൊരു തോന്നുന്നു. നമ്മക്ക് എന്തെങ്കിലും ഒരു കുഴപ്പമുണ്ടോ? എല്ലാ കണുപ്പുകളും മടങ്ങി കിട്ടണില്ലേ? അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞു 360 കണുപ്പുകൾക്കും സ്വതക്കയുണ്ട് എന്ന് മുഹമ്മദ് മുസ്തഫ. 360 കണുപ്പുകൾക്ക് സ്വതക്കാന്ന് പറഞ്ഞാൽ ചുരുങ്ങിയത് 360 സ്വതക്ക കൊടുക്കണ്ടേ? അവിടെ പാവങ്ങളൊക്കെ ഉള്ള തുണി കുപ്പാക്ക് കീറിയത്, ഒറ്റ തുണിയിൽ രണ്ടാളായിരിക്കണ അവരത്ത് മറിച്ചിട്ട്, അങ്ങനത്തെ ആൾക്കാരോടൊപ്പം അതൊക്കെ പറയണേ. അപ്പൊ ഓലോട് പറഞ്ഞ് കുല്ലു തസ്ബീഹത്തിൻ സ്വതക്ക, കുല്ലു തഹ്മീദത്തിൻ സ്വതക്ക, കുല്ലു തക്ബീറത്തിൻ സ്വതക്ക, കുല്ലു തഹ്ലീലത്തിൻ സ്വതക്ക എന്നൊക്കെയാണ് പറഞ്ഞ പോൽക്കമാനെ. അപ്പൊ കുറച്ച് തസ്ബീഹൊക്കെ അടിച്ചു കൊടുത്താൽ മതിയല്ലോ. ഒക്കെ കഴിഞ്ഞിട്ട് മുസ്തഫ നബി പറഞ്ഞു, ഇതിനൊക്കെ പകരമായിട്ട് നിങ്ങൾക്ക് 2 റക്അത്ത് ദുഹാ നിസ്കരിച്ചാൽ മതി, 360 കണുപ്പുകൾക്കും സ്വതക്കയാണ് എന്ന് മുഹമ്മദ് മുസ്തഫ. എന്തൊരു എളുപ്പമുണ്ട്. ലൈൻ ശക്കർത്തും ലാസീദന്നക്കും. ഒരു കാര്യം ഞാൻ പറയാം, മുട്ട് ഊര ഇതൊന്നും ഒരു 55 വയസ്സിന് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടുണ്ടാവും. കാരണം നമ്മളൊരു ഇന്നോവ വാങ്ങണമെങ്കിൽ തന്നെ ഇപ്പോ ഷോറൂമിൽ നിന്ന് ഇറക്കിയാൽ എത്ര കൊല്ലം ഇപ്പം മര്യാദ കൂടുക? കേടുപാടില്ലാതെ എത്ര കൊല്ലം ഓടുക? ഇതിപ്പോ 55 കൊല്ലം പോണില്ലേ? ഇടക്ക് വർഷാപ്പ് കാണിക്കേണ്ടി വരും. ചിലപ്പം പേച്ച വർക്ക് ഉണ്ടാവും, ഒക്കെ ചെയ്യേണ്ടി വരും. സൂറത്ത് യാസീനല്ലേ. പ്രായം കൂടുന്നതനുസരിച്ചുകൊണ്ട് സൃഷ്ടിപ്പിൽ കുഴപ്പമുണ്ടാവും. അപ്പൊ എന്താന്ന് വെച്ചിട്ട് കാര്യമൊന്നുമില്ല. നാളെ ഒരാള് പറഞ്ഞു അങ്ങനെ ഇല്ല. ഞാൻ ചോദിച്ചാ എത്ര വയസ്സയച്ചു? എന്നോട് പറഞ്ഞ 65 ആയിട്ടുള്ളൂ. ഇനി എവിടുക്കാ? ഇതൊക്കെ 55 തുടങ്ങുന്ന ഇനി എവിടുക്കാത്? 65 ആയിട്ടുള്ളൂ. എന്താ പറച്ചിലെന്നറിയോ? എന്താ പുതിയാപ്പിള ഇറങ്ങാനുള്ള പരിപാടിയാ? 65 എന്നൊക്കെ പറഞ്ഞാൽ കഴിഞ്ഞ്. ഇനി കിട്ടിയതൊക്കെ എക്സ്ട്രാണ്. കഴിഞ്ഞ് ലാസ്റ്റ് എത്തി. പക്ഷെ കുറച്ചു കാലം നീണ്ടുക്കും ലുഹാ നിസ്കരിച്ചാൽ. എന്തുകൊണ്ട്? കെണുപ്പുകൾക്കുള്ള ശുക്റാണ് ലുഹാ. അപ്പൊ അല്ല എന്ത് ചെയ്യും? ഇവിടൊക്കെ ഗ്രീസ് ഉണ്ടേ, വണ്ടിന്റെ ഗ്രീസുമായി തന്നെ ഇവിടൊക്കെ ഉണ്ട്. അതാണല്ലോ ചില വയസ്സന്മാരെ കൈ ഇങ്ങനെ ആകണ്, പിന്നെ നീരൂലല്ലോ. കാരണം എന്താ? ചൊറിയാൻ വേണ്ടി ഇങ്ങനെ ആക്കിയതാ. അപ്പൊ ഇവിടുത്തെ പറ്റിയതാ, പിന്നെ ഞാൻ ഉണ്ടാവൂല. അപ്പൊ ആ പിടുത്തം തന്നെ ആയിരിക്കും. ചില വയസ്സന്മാരങ്ങൾ കണ്ടില്ല ഇങ്ങനെ നടക്കണ്. ഗവേഷകനായൊരു ബുദ്ധിജീവി പറഞ്ഞു, നഷ്ടപ്പെട്ട യുവത്വം തെരഞ്ഞു നോക്കണം. അതൊരു ഭാവന ലോകത്തൊരു ഡയലോഗ് എന്ന് മാത്രം, അതൊന്നും അല്ല അത്. പിന്നെ ഇവിടുത്തെ ഗ്രീസ് പറ്റിയതാ. ഇങ്ങണ്ടാവൂല, പൈസ ഉണ്ടായിട്ട് കാര്യമില്ല, ഇങ്ങണ്ടാവൂല. ഇങ്ങണ്ട് ആക്കാൻ നിന്നാ പിന്നെ നേരാണ്ട് പള്ളിക്കാട്ട് കറക്കാം. അത് കുറച്ചു കാലം നീണ്ടിക്കും. 2 റക്അത്ത് നിസ്കരിച്ച മടങ്ങാതെ നീണ്ടിക്കും. പക്ഷെ ഇപ്പോ 30, 28, 29 വയസ്സിലൊന്നും മടങ്ങണില്ല. കാരണം ലുഹാ എന്നത് ഉമ്മത്തിന് പരിചയമില്ലാതായി, വേറൊന്നുമില്ല. ഞാൻ കഴിഞ്ഞ റമദാൻ മുമ്പ് ഒരു സ്ഥലത്ത് ഒരു പരിപാടിക്ക് പോയപ്പോ അത്ഭുതപ്പെട്ടു. ദീർഘമായ യാത്രയാണ്. ഏതാ കൊടക് ഭാഗത്തൊക്കെ അവിടെ എങ്ങാണ്ട് പോവാം.
അപ്പോൾ ഒരു പള്ളിയിൽ ഇതേപോലെ ഒന്ന് ഒതുകൊടുത്ത് 2 റക്അത്ത് ദുആ നിസ്കരിക്കാൻ വേണ്ടി ഇറങ്ങിയപ്പോൾ 10 മണിക്ക് ആ പള്ളി ഫുള്ള് ചെറുപ്പക്കാര്. ഞാൻ കരുതി ഇവിടെ എന്തെങ്കിലും പരിപാടി ഉണ്ടാവും. നിന്നെ കണ്ടപ്പോൾ ഞാൻ എന്താ കുട്ടികളെ ഇവിടെ എന്ന് വെച്ച് ഞങ്ങളൊക്കെ ദുആ നിസ്കരിക്കാൻ വേണ്ടി വന്നതാണെന്ന് പറഞ്ഞു. അപ്പൊ അവിടെ ആ കടയിലുള്ള മുഴുവൻ ആൾക്കാർ, അങ്ങാടിയിലാണ് പള്ളി, കടയിലുള്ള മുഴുവൻ ആൾക്കാർ ദുആന്റെ സമയത്ത് വന്നിട്ട് 2 റക്അത്ത് ദുആ നിസ്കരിച്ചിട്ടേ പോകുള്ളൂ. ഞാൻ ആ മാലിനെ കുറിച്ച് പഠിച്ചപ്പോൾ അവിടെ ആ ചെറുപ്പക്കാർക്കൊന്നും ഊരവേദന ഇല്ല. കാരണം എന്താ? ശുക്റാണ്. ഒറ്റ കുട്ടിക്ക് ഊരവേദന ഇല്ല. അപ്പോ 2 രീതിയാണ് അതിലുള്ളത്. ഒന്ന്, എന്നും ഉംറന്റെ കൂലി വാങ്ങാനുള്ള ഒരു സൗകര്യം. അത് എന്ത് പറഞ്ഞാലും ഈ പറഞ്ഞോനും ചിലപ്പോൾ അമൽ ചെയ്യാൻ പറ്റിക്കോളുന്നില്ല. കാരണം നിങ്ങൾ ആദ്യം നോക്കൽ നാളെ രാവിലെ ഞാൻ ഇരിക്കണ്ടോന്നാണ് ഈ കാര്യം. അല്ല, ആൾക്കാർക്ക് അങ്ങനെ സ്വഭാവമുണ്ട്, പറഞ്ഞോ ചെയ്യുന്നുണ്ടോ. ഞാൻ അതാണ് എൻ്റെ തടി ആദ്യം കണ്ട് കാത്തത്. ലുഹാ ഞാൻ നിസ്കരിക്കലുണ്ട്, പക്ഷെ സുബി കഴിഞ്ഞിട്ട് കാരണം മാമ്പട്ടിയൊക്കെ ചിരിക്കുന്നുണ്ട്, നോക്കാൻ മുമ്പിൽ തന്നെ ആയിരിക്കും. അത് പറഞ്ഞിട്ട് കാര്യമില്ല. ഈ ഇവിടെ മണ്ണാർക്കാട് ഭാഗത്തുണ്ട് പ്രായമുള്ളൊരു ഉസ്താദ്, ഒരു മുബല്ലിക, മൂപ്പര് മദ്രസിൽ ക്ലാസ് എടുത്തപ്പോൾ മൂപ്പരെ ചെറിയ പേരക്കുട്ടിയും പെണ്ണുങ്ങളൊക്കെ ക്ലാസ് കേൾക്കാണ്ട്. അപ്പൊ മൂപ്പരിങ്ങനെ നിസ്കാരത്തിൽ കാല് വെക്കണതിനെ കുറിച്ച് മൂപ്പരിങ്ങനെ പറഞ്ഞപ്പോൾ ഇങ്ങനെ 4 പേരുടെ ക്യാപ്പിൽ ഇങ്ങനെ വെക്കണം എന്നൊക്കെ പറഞ്ഞ് അതിന്റെ കൃത്യതൊക്കെ പറഞ്ഞ് തിരിച്ചുപോയി മൂപ്പരും പെണ്ണുങ്ങളും കൂടി പരിയുന്ന ലോറിസ്കരിക്കാണ്. മൂപ്പര് ഇമാമത്ത് എന്നിട്ട് ലോറിസ്കരിക്കുക. അവണ്ടാലെ കാലിന്റെ അടിയിൽ കൂടി ഒരു പെടക്കല്. ഇയാൾ പറഞ്ഞു, ഞാൻ ആകെ ബേജാറായി റഹ്മാനി, ഞങ്ങനെ നോക്കി പാമ്പേറ്റാണോന്ന്. നിസ്കാരമല്ലോ, അതൊന്നും പെടച്ചിങ്ങാണ്ട് പോയി. പിന്നൊന്നുമില്ല. ഞാൻ സലാം കുട്ടിയപ്പോ ചോദിച്ചപ്പോ പേരക്കുട്ടി പറഞ്ഞു, വല്യപ്പ പറഞ്ഞ മാതിരി നിങ്ങൾ നിന്നിക്കണോന്ന് ഞാൻ അളന്നു നോക്കിയതാണ് എന്നറിയാം. അതാണ് കുട്ടികളൊക്കെ ഇപ്പൊ അങ്ങനെ നോക്കണേ, നമ്മളെന്താ പറയണെന്നല്ല എന്താ ചെയ്യണെന്നാണ്. അപ്പൊ ആ നിലക്ക് നിന്റെ തടി ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഇന്ന നാളെ രാവിലെ ആരും ഇവിടെ ഇരിക്കണ്ടോ നോക്കണ്ട. ഞാൻ കുറച്ചു നേരം ഇരുന്നാണ് ഞാൻ മേലെ പോയിട്ട് ഞാൻ പൊതുവെ റവാത്തി നിസ്കരിക്കൽ തന്നെ മേലിന് അടി നിസ്കരിക്കലില്ല. ഞാൻ സുന്നത്തന്നെ മേലിന് നിസ്കരിക്കൽ, താഴെ നിസ്കരിക്കലില്ല. അപ്പൊ അതുകൊണ്ട് 2 കാര്യം ഞാൻ പറഞ്ഞെന്ന് മാത്രം. അതിൽ ഒന്നാമത്തെ മഹാഭാഗ്യ പട്ടികയിൽ പെട്ടില്ലെങ്കിൽ രണ്ടാമത്തെ 360 കണുപ്പുകൾക്കുള്ള ശുക്രിന്റെ അമല് ചെയ്യുന്നതിൽ നമ്മൾ കാർക്കശ്യക്കാരായിരിക്കണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. 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 اللهم صل على محمد يا ربي صل عليه وسلم. الحمد لله رب العالمين. اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات. اللهم انصر أمة سيدنا محمد ورحمة سيدنا محمد. تجاوز عن أمة سيدنا محمد. اجعلنا من خيار أمته ومن محبه. واغفر لنا ولوالدنا ولمن دفن حول هذا المسجد وفي هذه البلدة وفي حوالي هذه البلدة ولجميع المؤمنين والمؤمنات برحمتك يا أرحم الراحمين. وصلى الله تعالى وسلم على خير القيسين محمد وآله وصحبه أجمعين. سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين. السلام عليكم ورحمة الله وبركاته.